വെൽക്കം ഓൾ. നമ്മൾ ബയോളജിയിൽ 5 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നോ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? പ്രൊട്ടക്റ്റേഴ്സ് ഓഫ് ബയോസ്ഫിയർ, അതായത് ജീവമണ്ഡലത്തിലെ സംരക്ഷകർ. ആ ഒരു ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം എല്ലാവരും ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് പഠിക്കുക. അതിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും ബുക്കിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ചാപ്റ്റർ പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നമ്മളിപ്പോൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ, നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ചാപ്റ്റർ ആണല്ലോ, അപ്പം കുറേ ഗ്യാപ്പ് വന്നല്ലോ. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഒന്നുകൂടി പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് സർവീസസ് ഓഫേർഡ് ബൈ പ്ലാന്റ്സ്? അതായത് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സർവീസുകൾ എന്തൊക്കെയാണെന്ന്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്ലാന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഒരു 4-5 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ അതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോയിൻറ്റുകൾ: പ്രൊവൈഡ് ഫുഡ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ, ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ്. ദെൻ പ്രൊവൈഡ് ഓക്സിജൻ, ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജനെ റിലീസ് ചെയ്യുകയും ചെയ്യുകയാണ് പ്ലാന്റ്സ് ചെയ്യുന്നത്. ദെൻ പ്യൂരിഫൈ അറ്റ്മോസ്ഫിയറിക് എയർ ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് റിലീസിങ് ഓക്സിജൻ. കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ റിലീസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പ്യൂരിഫിക്കേഷനാണ് നടക്കുന്നത്, ഒരു ബാലൻസിങ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ബൈ അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ കൂൾ ദ അറ്റ്മോസ്ഫിയർ, നമുക്ക് മൊത്തത്തിലൊരു തണുപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവ് റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ആ ഒരു പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? ഫോട്ടോസിന്തസിസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ: ത്രൂ ദ പ്രോസസ് ഡാഷ് ദ പ്ലാന്റ്സ് അബ്സോർബ് ആൻഡ് കൺവേർട്ട് സോളാർ എനർജി ആൻഡ് ഫിക്സ് ഇറ്റ് ആസ് കെമിക്കൽ എനർജി ഇൻ ദ ഫുഡ് ദാറ്റ് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ ആനിമൽസ്. അവിടെ നോക്കിക്കേ, സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഏതാണെന്ന്, ആ ഡാഷിൽ കൊടുത്തത് ആ ഒരു പ്രോസസ്സ് ഏതാണെന്നാണ് പറയേണ്ടത്. ഏതാണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിലാണ് സോളാർ എനർജിയിലെ സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കെമിക്കൽ എനർജി ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ: ഡിഫൈൻ ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മലയാളം മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് മലയാളം മീഡിയക്കാർ ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. മലയാളത്തിൽ ഞാൻ പറയുന്ന സമയത്ത് എഴുതിയെടുക്കുക. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ്. ഓക്കെ, ഡിഫൈൻ ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഫുഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ് ഫ്രം വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. അതായത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ഹരിത സസ്യങ്ങൾ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയെ ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ട്, ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 12 H2O ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ. എന്താണ് ഉണ്ടാകുന്നത്? C6H12O6 അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസും പ്ലസ് 6O2 അല്ലേ, ഓക്സിജനും പ്ലസ് 6H2O, അതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻസൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, ആൻസേഴ്സ് എഴുതി വയ്ക്കുക, കൂടുതൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക, പഠിക്കുക. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്: ദ ഓർഗൻ ഓഫ് ഫോട്ടോസിന്തസിസ്, ദ കിച്ചൺ ഓഫ് ദ ബയോസ്ഫിയർ. അത് 2 ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരേ ആൻസർ വരുന്ന 2 ക്വസ്റ്റ്യൻ ആണ്. ഓർഗൻ ഓഫ്
ഫോട്ടോസിന്തസിസ്, അതായത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അവയവം, ഏത് അവയവത്തിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നതെന്ന്. ദെൻ ദ കിച്ചൺ ഓഫ് ദ ബയോസ്ഫിയർ, ബയോസ്ഫിയറിൻ്റെ കിച്ചൺ, അടുക്കള എന്നറിയപ്പെടുന്നത് ഏത് ഓർഗനാണ്? ലീഫ്, ഇല. ഇനി 6th ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ ലീഫ് ലെസ് ഗ്രീൻ ഇൻ കളർ? എന്തുകൊണ്ടാണ് ലീഫിൻ്റെ ലോവർ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് പച്ച കളറ്, ഗ്രീൻ കളറ് കുറഞ്ഞതിനുള്ള കാരണം? അതായത് ലീഫിൻ്റെ 2 ഭാഗം, അപ്പർ പാർട്ടുണ്ട് ലോവർ പാർട്ടുണ്ട്. അതിൽ ലോവർ പാർട്ടിലാണ് എന്ത് ഗ്രീൻ കളറ് കുറവുള്ളത്, അപ്പർ പാർട്ടിലാണ് ഗ്രീൻ കളറ് കൂടുതലുള്ളത്. ആ ലോവർ പാർട്ടിൽ ഗ്രീൻ കളറ് കുറവായതിൻ്റെ കാരണം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിന് ആൻസർ, മോർ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് കണ്ടെയ്നിങ് ക്ലോറോഫിൽ ആർ സീൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലീഫ് ദാൻ ഓൺ ദ ലോവർ പാർട്ട്. അതായത് ലോവർ പാർട്ടിനേക്കാൾ കൂടുതൽ അപ്പർ പാർട്ടിലാണ് ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയ ക്ലോറോഫിൽ കാണപ്പെടുന്നത്. അതിനാലാണ് ലോവർ പാർട്ടിൽ ഗ്രീൻ കളറ് കുറവും അപ്പർ പാർട്ടിൽ ഗ്രീൻ കളറ് കൂടുതൽ. അതായത് ക്ലോറോഫിൽ കൂടുതലായിട്ടുള്ളത് എവിടെയാണ്? അപ്പർ പാർട്ടിലാണ്. അതുകൊണ്ടാണ് ലോവർ പാർട്ടിൽ ഗ്രീൻ കളറ് കുറവാൻ കാരണം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് അവിടെ പോയിന്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്. സൺലൈറ്റ്, ദെൻ പിഗ്മെൻറ്റ് ലൈക്ക് ക്ലോറോഫിൽ, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ മിനറൽ ആൻഡ് സാൾട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളത്. ഇനി 8th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്? അതായത് ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റ് ഏതാണെന്ന്. മെയിൻലി ക്ലോറോഫിൽ എ ആണ്. മെയിൻലി ഏതാണ്? ക്ലോറോഫിൽ എ ആണ്. അതുകൂടാതെ ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഇവയൊക്കെ എന്ത് കാണുന്നുണ്ട്? ഈ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നുണ്ട്. ഈ പിഗ്മെൻസിനൊക്കെ ആക്സസറി പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് കാണുന്ന പിഗ്മെൻറ്റ് ഏതാണ്? ക്ലോറോഫിൽ എ ആണ്. അതുകൂടാതെ ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ എന്ന് പറഞ്ഞ അഡീഷണൽ ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് കൂടെ കാണുന്നുണ്ട്. ഈ പിഗ്മെൻറ്റ്സിനെ ആക്സസറി പിഗ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഈസ് ആക്സസറി പിഗ്മെൻറ്റ്സ്? അപ്പോൾ അവിടെ ഒരു ഡെഫിനിഷൻ എഴുതാൻ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ, വൈ ഈ സെർട്ടൈൻ പിഗ്മെൻറ്റ്സ് നോൺ ആസ് ആക്സസറി പിഗ്മെൻറ്റ്സ്? നമ്മളിപ്പം പറഞ്ഞ ക്വസ്റ്റ്യൻസ്, ചില പിഗ്മെൻറ്റ്സിനെ ആക്സസറി പിഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ സഹായക വർണ്ണങ്ങൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന്. അതിൻ്റെ ആൻസർ, ദേ അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദ ക്ലോറോഫിൽ എ. ആ ആക്സസറി പിഗ്മെൻറ്റ്സ്, സഹായക വർണ്ണങ്ങൾ എന്താണ് ചെയ്യുന്നത്? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാനുള്ള ആ ഒരു കഴിവുള്ളത് ക്ലോറോഫിൽ എക്ക് മാത്രമാണ്. എന്നാൽ ആക്സസറി പിഗ്മെൻറ്റ്സ്, സഹായക വർണ്ണങ്ങൾ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ക്ലോറോഫിൽ എയിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ആക്സസറി പിഗ്മെൻറ്റ്സിന് ഫോട്ടോസിന്തസിസിലുള്ള പങ്കാണിപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്തു. ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്? മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഇനി ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചറൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 10th ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ചിലപ്പം വരച്ചിട്ട് അടയാളപ്പെടുത്താനും ചോദിക്കും, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആയിട്ട് എഴുതാനും ചോദിക്കും. അപ്പം നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ അതേപോലെ അങ്ങ് പഠിച്ച് വെച്ചേക്കുക. ഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. നിങ്ങൾക്ക് കളർ പിക്ചറാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ കൊടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറില്ലേ, ഈ രീതിയിലായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു കളറ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കരുത്. ഞാൻ നിങ്ങളോട് പണ്ട് നമ്മൾ സൈലോം ഫ്ലോയും പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കളറ് വെച്ച് നിങ്ങൾ ഭാഗങ്ങൾ പഠിക്കരുത്. ആ ഒരു വലുപ്പവും അല്ലെങ്കിൽ കൊയലിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചിട്ട് വേണം നിങ്ങൾ ഭാഗങ്ങൾ പഠിക്കാൻ. കളറ് വെച്ച് പഠിക്കുന്നവർ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവും. അപ്പം നിങ്ങൾ ആ ഒരു ഭാഗങ്ങൾ വെച്ച് കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കിക്കേ. ഡബിൾ മെംബ്രെയിൻ ഉണ്ട്, ദെൻ നാണയത്തുട്ടുകൾ പോലെ അടുക്കി വെച്ചിട്ടുള്ള ഗ്രാന കാണപ്പെടുന്നുണ്ട്, ദെൻ ഫ്ലൂയിഡായിട്ടുള്ള ആ ഒരു ഭാഗത്തിനെ സ്ട്രോമ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അവനൊരു ചെറിയൊരു ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എ ക്ലോറോപ്ലാസ്റ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിനിയസ് സെൽ ഓർഗനൽ വിച്ച് ദ ഫ്ലൂയിഡ് കോൾഡ് സ്ട്രോമ. അതായത് ഡബിൾ
ലെയേർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ കാണുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിനെ സ്ട്രോമ എന്നാണ് പറയുന്നത്. ആൻഡ് മെനി പാക്ക് ഓഫ് മെംബ്രേനിയസ് സാക്സ് കോൾഡ് ഗ്രാന. മെംബ്രേനിയസ് ആയിട്ടുള്ള സാക്സ് ഉണ്ട് അല്ലേ, സഞ്ചികൾ, സ്ഥലസഞ്ചികളുണ്ട്, അതിനെ എന്ത് പറയുന്നു? ഗ്രാന എന്ന് പറയുന്നു. എംബഡഡ് ഇൻ ഇറ്റ്, ആ ഗ്രാന എംബഡഡ് ആയിരിക്കുന്നത്, അതായത് മുങ്ങിക്കിടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്. മോർ പിഗ്മെൻറ്റ്സ് ആർ സീൻ ഇൻ ഗ്രാന. ഗ്രാനയിലാണ് എന്ത് ചെയ്യുന്നത്? പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നത്. അപ്പം ആ നാണയത്തൊട്ടുകൾ പോലുള്ള ആ ഒരു സ്ട്രക്ചറാണ് ഗ്രാന. ഫ്ലൂയിഡായിട്ട് കാണുന്ന ആ ഒരു സ്ട്രക്ചറാണ് സ്ട്രോമ. ദെൻ ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്ട്രോമയിൽ എംബഡ് ചെയ്തിട്ടാണ് എന്തുള്ളത്? ഗ്രാന ഉള്ളത്. ഇനി നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കാം. ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ഫോട്ടോസിന്തസിസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസിന്തസിസിന് 2 ഫേസുകൾ ഉണ്ടെന്ന്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡാർക്ക് ഫേസും രണ്ടാമത്തത് ലൈറ്റ് ഫേസും. ഡാർക്ക് റിയാക്ഷനും ലൈറ്റ് റിയാക്ഷനും. അപ്പോൾ ലൈറ്റ് റിയാക്ഷനെയും ഡാർക്ക് റിയാക്ഷനെയും പറ്റിയുള്ള നോട്ടുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പറഞ്ഞത് ലൈറ്റ് റിയാക്ഷനാണ്. ദ ഫേസ് വിച്ച് റിക്വയർഡ് ലൈറ്റ് ആവശ്യമായിട്ടുള്ള ഫേസാണ് ഏത്? ലൈറ്റ് റിയാക്ഷൻ. വാട്ടർ സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അവിടെ വാട്ടർ H2O സ്പ്ലിറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തിട്ട് എന്തൊക്കെയാവുന്നു? ഹൈഡ്രജനും ഓക്സിജനും ആവുന്നു. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി. ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യപ്പെടുന്നു. എന്നിട്ട് സ്റ്റോർഡ് ആസ് ATP മോളിക്യൂൾസ്. ATP മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് ലൈറ്റ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഗ്രാനയ്ക്കുള്ളിലാണ്. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഡ്യൂറിങ് ദിസ് ഫേസ് ഓക്സിജൻ ഈസ് റിലീസ്ഡ് അല്ലേ? ഓക്സിജൻ എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു. ദെൻ ലൈറ്റ് എനർജി, സൂര്യപ്രകാശം എന്താവുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ATP എനർജിയെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ദെൻ ഇത് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്. ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ഇത്രയുമാണ് ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഗ്രാന അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലൈറ്റ് ഈസ് റിക്വയർഡ്. ലൈറ്റ് ആവശ്യമായിട്ടുള്ള ഘട്ടമാണ് ലൈറ്റ് റിയാക്ഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലൈറ്റ് റിയാക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ ഡാർക്ക് റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ദ ഫേസ് വിച്ച് ഡസ് നോട്ട് റിക്വയർ ലൈറ്റ് ആവശ്യമില്ലാത്ത ഘട്ടമാണ് ഏത്? ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ കാൽവിൻ സൈക്കിൾ എന്നും പറയുന്നുണ്ട്. എന്താണ് കാൽവിൻ സൈക്കിൾ? ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്തേക്കുക. യൂസിങ് ദ എനർജി ഓഫ് ATP, ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം ഗ്ലൂക്കോസ് അല്ലേ? നമ്മൾ നേരത്തെ ATPയിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞില്ലേ? ATP ആയിട്ട് എനർജി സ്റ്റോർ ചെയ്യുന്നു പറഞ്ഞില്ലേ? ആ എനർജി യൂസ് ചെയ്തിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. ഗ്ലൂക്കോസിൻ്റെ എന്തായിരുന്നു രാസസൂത്രം? C6H12O6. അപ്പം ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ദിസ് ഫേസ് ടേക്ക് പ്ലേസ് ഇൻ ദ സ്ട്രോമ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ഒരു ഫേസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിൽ വെച്ചിട്ടാണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടും ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടുമാണ്. പിന്നെ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ ജസ്റ്റ് ഫേസസ് അല്ലേ? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ദെൻ പ്രോസസ്സ് ഇൻവോൾവ്ഡ്. എന്ത് പ്രോസസ്സാണ് നടക്കുന്നതെന്ന്. എന്തൊക്കെയാണ്? വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. എവിടെയാണ്? ലൈറ്റ് ഫേസിൽ, അത് ഗ്രാനയിലാണ് നടക്കുന്നത്. ദെൻ ഡാർക്ക് ഫേസിൽ എന്താണ്? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു അല്ലേ? എനർജി കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. അതെവിടെ വെച്ചാണ് നടക്കുന്നത്? സ്ട്രോമയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ. ദ ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. വൈ? അതായത് ഈ ഒരു ഡാർക്ക് റിയാക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാൽവിൻ സൈക്കിൾ എന്നും പറയുന്നുണ്ടെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന്? കാൽവിൻ സൈക്കിളിന് ഡാർക്ക് റിയാക്ഷനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന്. The scientist Melvin Calvin discovered the cyclic chemical reaction in the dark phase and hence the phase is also known as Calvin cycle. അതായത് മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റാണ് ഡാർക്ക് ഫേസിലെ കെമിക്കൽ റിയാക്ഷനെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയാൻ കാരണം. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണ്ടെത്തലിന്. ഏത് വർഷമാണ്? 1960
1961 മെൽവിൻ കാൽവിൻ എന്ന സയൻറ്റിസ്റ്റിന് ഈ ഒരു കണ്ടെത്തലിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പം കാൽവിൻ സൈക്കിൾ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലൂക്കോസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. വൈ? അതായത് ഫോട്ടോസിന്തസിസിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. സിൻസ് ഗ്ലൂക്കോസ് ഈസ് radially soluble in water, it cannot be stored, hence is converted into soluble starch. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് എന്താണ്? സോലുബിൾ അല്ല അല്ലേ. ഗ്ലൂക്കോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിനാൽ ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇനി നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ദ കൺവേർട്ടഡ് സ്റ്റാർച്ച് സുക്രോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ഡാഷ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ സ്റ്റോർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് പ്ലാന്റ്സിൻ്റെ ഡിഫറൻസ് പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്റ്റാർച്ചിനെ എത്തിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചത്. ഏത് ഭാഗമാണ്? ഫ്ലോയം. ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് ഭാഗം വഴിയാണ്? ഫ്ലോയം വഴിയാണ്. സൈലമാണെങ്കിൽ വാട്ടറും മിനറൽസും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് വേസ് the synthesized glucose is stored in different parts of plants after metabolic activities. ഉപാപചയ പ്രവർത്തനത്തിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഗ്ലൂക്കോസ് പ്ലാന്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന്. അവിടെ നോക്കിക്കുക, അവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്ലൂക്കോസ് എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന്. സ്റ്റാർച്ച് എന്ന ഫോമിലാണ് ട്യൂബേഴ്സിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ. ദെൻ പ്രോട്ടീൻസ് ഇൻ ലെഗ്യൂംസ്, പയർവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻസ് എന്ന ഫോമിലാണ്. ഫാറ്റ്സ് ഇൻ ഓയിൽ സീഡ്സ് അല്ലേ, എണ്ണക്കുരുക്കളിൽ എന്താണ്? ഫാറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഫ്രൂട്ട്സിൽ ഫ്രക്ടോസും ഷുഗർ കെയിനിൽ സൂക്രോസ് എന്നുള്ള ഫോമിലുമാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും കേട്ടോ, ഈ ഒരു സ്റ്റോർ എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഇനി നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എക്സാമ്പിൾ ഫോർ പ്ലാന്റ് പ്രൊഡക്ട്സ് ഹാവിങ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. അതായത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. കോഫി, കൊക്കോ, പെപ്പർ, റബ്ബർ, ലാറ്റക്സ്, കാഡമം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സ്പൈസസും ഒരുപാട് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെ പേരൊക്കെ പഠിച്ച് വയ്ക്കുക. ഇനി 17th ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് എനർജി ഫ്രം കെമിക്കൽ കോമ്പൗണ്ട്സ് ബൈ സെർട്ടൈൻ ഓർഗാനിസം വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് സോളാർ എനർജി ഈസ് നോൺ ആസ് ഡാഷ്. 17th ക്വസ്റ്റ്യൻ എന്താണ്? ചില ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്? സോളാർ എനർജിയുടെ സഹായം ഇല്ലാതെ കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്നും എനർജി ഉണ്ടാക്കുന്നുണ്ട്. അതായത് സോളാർ എനർജിയുടെ സഹായം ഇല്ലാതെ കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ്. എന്തെന്ന് പറയുക? കീമോ സിന്തസിസ്. എന്താണ്? കീമോ സിന്തസിസ്. മറ്റേതെന്തായിരുന്നു? സോളാർ എനർജിയിൽ നിന്നുണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ്. ഇവിടെ കെമിക്കൽ കോമ്പൗണ്ടിൽ നിന്നായതുകൊണ്ട് കീമോ സിന്തസിസ് എന്ന് പറയുന്നു. ഇനി 18th ക്വസ്റ്റ്യൻ. എബൌട്ട് 70 to 80% ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഡാഷ് പ്രസൻറ്റ് ഇൻ ഓഷ്യൻ എക്കോസിസ്റ്റം. അതായത് ഓഷ്യൻ എക്കോസിസ്റ്റത്തിലെ ഡാഷ് ആണ് 70 മുതൽ 80% വരെ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ 70 മുതൽ 80% കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓഷ്യനിൽ അല്ലേ, ജലത്തിലൊക്കെ കാണുന്ന ആൽഗകളും ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, അതായത് സസ്യപ്ലവകങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇവയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ആ ഒരു ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഓഷ്യൻ എക്കോസിസ്റ്റം? ഓഷ്യൻ എക്കോസിസ്റ്റത്തിലെ ചീഫ് പ്രൊഡ്യൂസർ, മുഖ്യ ഉൽപ്പാദകരെന്ന് പറയുന്നത് ആരാണെന്ന്. ആരൊക്കെയാണ്? ആൽഗെ ആൻഡ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ്. നമ്മൾ നേരെ പറഞ്ഞ അതേ ഉത്തരം തന്നെ, ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ്. സജസ്റ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ റിലീസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. അതായത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ മോളിക്യൂൾസ്
റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻറ്റ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതാണ് ഈ ഒരു കാര്യം, ഈ ഒരു പ്രോസസ്സ് തെളിയിക്കുന്നത്. ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന എക്സ്പെരിമെൻ്റാണ് ഹൈഡ്രില്ല എക്സ്പെരിമെൻറ്റ്. നമുക്ക് നോക്കാം എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന്. അവിടെ ഒരു ഇമേജ് കൊടുത്തത് കണ്ടോ? ഇതേപോലെയാണ് അവശ്യ സാമഗ്രികളൊക്കെ ക്രമീകരിക്കേണ്ടത്. ടേക്ക് എ പീസ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ് ലൈക്ക് ഹൈഡ്രില്ല ഇൻ എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് ഒരു പീസ് അക്വാട്ടിക് പ്ലാന്റ് ആയിട്ടുള്ള ഹൈഡ്രില്ലയെ എടുക്കുക, അതിനെന്ത് ചെയ്യുക, ഒരു ചേമ്പറിൻ്റെ അകത്ത് വെക്കുക, അതിലെന്ത് ചെയ്യണം, വാട്ടർ ഫില്ല് ചെയ്തിരിക്കണം. കവർ ദ പ്ലാന്റ് യൂസിങ് ട്രാൻസ്പെറൻറ്റ് ഫണൽ. എന്നിട്ട് ആ പ്ലാന്റിന് എന്ത് ചെയ്യുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫണൽ ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്യുക. കവർ ദ ടെയിൽ പോർഷൻ ഓഫ് ദ ഫണൽ ബൈ എ ടെസ്റ്റ് ട്യൂബ് ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ മുഴുവൻ വാട്ടറായിട്ട് ഉള്ളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. എന്നിട്ട് ആ ഒരു ഫണലിൻ്റെ ആ ഒരു ടെയിൽ ഭാഗമല്ലേ, ഒരു കൂർമുള്ള ഭാഗമല്ലേ, അതിനെന്ത് ചെയ്യുക, ആ ടെസ്റ്റ് ട്യൂബ് കൊണ്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. Take care to leave a little portion of the tube devoid of water. See the figure. Keep this device under sunlight for 1 hour. അത് നോക്കിക്കേ, അതെനിക്ക് വളരെ ചെറുതായതുകൊണ്ട് ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആക്കി തരുന്നേരം കുറച്ചൊരു സൂം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ആ ടെസ്റ്റ് ട്യൂബിൽ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ ആ മേളിലുള്ള കുറച്ച് ഭാഗം എന്ത് ചെയ്യണം, വാട്ടറൊന്നും ഇല്ലാതെ കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഓക്സിജൻ്റെ ആ ഒരു റിലീസിനെ കാണാൻ പറ്റൂ. എന്നിട്ട് ഇതിനെ 1 മണിക്കൂർ നേരത്തേക്ക് സൺലൈറ്റിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കുക, പ്രസൻസ് കൊണ്ടുവയ്ക്കുക. ഒബ്സർവ് ദ എയർ ബബിൾസ് ഗോയിങ് അപ്വേർഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നത്, ഓക്സിജൻ ബബിൾസ് പുറന്തള്ളുന്നത് കാണാം. ദ ഗ്യാസ് ഈസ് ഓക്സിജൻ. അങ്ങനെ പുറന്തള്ളുന്ന ആ ബബിൾസ് ഇല്ലേ, അതെന്താണ്, ഓക്സിജനാണ്. ആ ഒരു ഗ്യാസ് എന്ന് പറയുന്നത് ഓക്സിജനാണെന്ന്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ആണ് ഓക്സിജൻ്റെ ആ ഒരു റിലീസിനെ കാണിക്കുന്ന എക്സ്പെരിമെൻറ്റ്. ഇതിന് ഹൈഡ്രില്ല എക്സ്പെരിമെൻ്റ് എന്നും പറയുന്നുണ്ട്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, വൈ പ്ലാന്റ്സ് ആർ കോൾഡ് ആസ് ദ ലങ്സ് ഓഫ് ദ എർത്ത്. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വൈ പ്ലാന്റ്സ് ആർ കോൾഡ് ആസ് ദ ലങ്സ് ഓഫ് എർത്ത്. അതായത് എന്തുകൊണ്ടാണ് പ്ലാന്റ്സിനെ എന്താണ് ഭൂമിയുടെ ഹൃദയം അല്ല ശ്വാസകോശം എന്ന് പറയാൻ കാരണം എന്ന്. അതായത് പ്ലാന്റ്സിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നുണ്ടല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ലങ്സിൽ വെച്ച് നടക്കുന്നത് എന്താണ്, ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ആ ഒരു ട്രാൻസ്ഫർ ആണല്ലേ നടക്കുന്നത്. സെയിം അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഒരു റിലേഷൻ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. കൂടുതൽ പോയിൻറ്റ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു റിവിഷൻ പോലെയാണ് നമുക്കിവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക്